Hi friends, welcome back to my channel Foods of Idiki. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹരിയാലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഗ്രീൻ ചിക്കൻ കബാബാണ്. തന്തൂരി ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. എന്നാലും ഒരു സ്മോക്കി ഫ്ലേവർ ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയിലേക്ക് പോകാം. I got time, it's clear to see from up here the world seems small. നമുക്കിത് ഗ്രീൻ ചിക്കൻ കബാബ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ തന്തൂരി അടുപ്പില്ലാതെ തന്തൂരി സ്റ്റൈലിൽ ചെയ്തെടുക്കാനാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കിലോയോളം ബോൺലെസ് ഉണ്ട്. നമ്മൾ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ ബ്രസ്റ്റ് പീസ് കട്ട് ചെയ്യാതെ വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഗ്രീൻ ചിക്കൻ ആണല്ലോ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാനായിട്ട് മല്ലിയില, ഒരു പിടിയോളം മല്ലിയില എടുത്തിട്ടുണ്ട്. 1/2 പിടി പുതിനയില എടുത്തിട്ടുണ്ട്. 1/2 ഹാൻഡ്. നമ്മളിതിനകത്ത് മുളക് പൊടി ചേർക്കത്തില്ല, പകരം നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലൊരു കഷ്ണം ഇഞ്ചി, ഒരു 10-12 അല്ലി വെളുത്തുള്ളി അത് അരച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 5 ടേബിൾ സ്പൂൺ കട്ട തൈര് അതല്ലെങ്കിൽ യോഗട്ട്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, ഉപ്പ് ആവശ്യത്തിന്, കുറച്ച് ഓയിൽ, വെജിറ്റബിൾ ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത്ര ഐറ്റംസ് അരച്ചെടുക്കാം. പുതിനയില, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചെറുതാക്കി കൊടുക്കാം. ഇത്ര നമുക്ക് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആ തൈര് ഇങ്ങനെ അരിപ്പയിൽ ഒഴിച്ച് വെച്ച് കഴിയുമ്പം ആ തൈരിലെ വെള്ളമൊക്കെ പോയിട്ട് നിന്ന് കട്ട തൈരായി കിട്ടും. അതല്ലെങ്കിൽ യോഗട്ട് യൂസ് ചെയ്യാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ: ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, ജീരകത്തിൻ്റെ പൊടി, ഇത്രയും പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അളവെല്ലാം കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാം. ഇനി ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനെഗർ. വീണ്ടും ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. തന്തൂർ അടുപ്പ് ഇല്ലെങ്കിലും ഓവൻ ഇല്ലെങ്കിലും ഒക്കെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതൊരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ ഈ ചിക്കൻ ഒന്ന് തിരുമ്മി വെച്ചിട്ട് 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി ഓയിൽ തൂത്ത് കൊടുക്കാം. ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഐറ്റം അല്ല, പക്ഷെ തീരെ ഓയിലില്ലെങ്കിൽ പാനിൽ ഒന്ന് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് ഇത്തിരി ഓയിൽ തടവുന്നത്. നമുക്കിതിൽ നിന്ന് ഓരോ പീസായിട്ട് എടുത്ത് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഈ സൈഡിൽ നിന്ന് മൊരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത സൈഡും തിരിച്ചിട്ട് കൊടുക്കണം. ഈ സൈഡിൽ നിന്ന് മൊരിഞ്ഞ് കൊടുക്കാം. നമുക്ക് ഈ ചിക്കൻ പതുക്കി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും ഒന്ന് വേവട്ടെ. ഈ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതെടുത്തിട്ട് ബാക്കിയോട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. സെക്കൻഡ് ബാച്ച് ചിക്കനും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കത് എടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഞാനിത് തവയിൽ നിന്ന് എടുക്കാൻ പോവാണ്. ഇപ്പോൾ തന്തൂർ ചിക്കന് ഒരു സ്മോക്കി സ്മെല്ലുണ്ടല്ലോ, അങ്ങനെ ആ സ്മെല്ല് വരാനായിട്ട് ഞാനിവിടെ ഒരു പീസ് ചിരട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. കോക്കനട്ട് ഷെല്ല്. ഇത് നമുക്കൊന്ന് കത്തിച്ചെടുക്കാം. സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ റെഡിയായ സമയത്ത് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ചൂടായിരിക്കുന്നവർ പെട്ടെന്ന് തീ പിടിക്കും. നന്നായിട്ടൊന്ന് കത്തിച്ചെടുക്കാം. നമുക്ക് ഈ ചിക്കനിലേക്ക് ഇതുപോലെ ഒരു ചെറിയ പാത്രം വെച്ച് കൊടുക്കാം. ഈ കോക്കനട്ട് ഷെല്ല് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് നന്നായിട്ട് പുകയും. നമുക്ക് ഈ പാത്രം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഈ പുക ഈ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണിത്. ഒരു 3 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും ആ ചിക്കൻ പീസിനെല്ലാം ഒരു സ്മോക്കി ഫ്ലേവർ വരും. നമ്മുടെ ഈ ചിക്കൻ ഇങ്ങനെ സ്മോക്കിൽ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹരിയാലി കബാബ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ കബാബ് ചിക്കൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. ബൈ.